നടത്തുന്ന രംഗകല കോൺഫറൻസിന്റെ ഭാഗമായിട്ട് കൂടിയാട്ടത്തിന്റെ വാചികാഭിനയവും ആഹാര്യവും എന്ന വിഷയത്തെക്കുറിച്ച് ചെറുതായൊരു ലക്സ് ഡെമോൺസ്ട്രേഷൻ നടത്താനായിട്ടുള്ളൊരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം 5 കൊല്ലം ഞാൻ പഠിച്ച കോളേജാണ് ഇവിടെ. പ്രീ ഡിഗ്രിയും ഗ്രാജുവേഷനും ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പഠിക്കുന്ന കാലത്തൊന്നും കൂടിയാട്ടത്തിന്റെ ഇതേപോലെ പല ക്ലാസ്സുകൾക്കും ഇവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങി കാലങ്ങൾക്ക് ശേഷം വീണ്ടും ക്രൈസ്റ്റ് കോളേജ് എന്ന ഈ ഒരു നമ്മുടെ വളരെ നൊസ്റ്റാൾജിയുള്ള ഈ ഒരു കലാലയത്തിലേക്ക് വരുമ്പോൾ അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇരിഞ്ഞാലക്കുടയിൽ തന്നെ നമ്മുടെ എല്ലാ കലാസ്വാദകരുടെയും ഗുരുനാഥന്മാരുടെയൊക്കെയുള്ള ഈ ഒരു വേദിയിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ആദ്യം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വളരെ ചെറിയൊരു ടൈം സ്പാനാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. കൂടിയാട്ടത്തിന്റെ വാചികം എന്നുള്ള ആഹാര്യം എന്നുള്ള വളരെ വലിയൊരു വിഷയമാണ്. ആ വിഷയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ സാധിക്കുന്ന രീതിയിൽ അതിന്റെ എല്ലാ വശങ്ങളെയും സൂചിപ്പിക്കാനും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം എടുത്ത് അതിന്റെ അഭിനയം എങ്ങനെയാണ് എന്നുള്ളതും കൂടി സൂചിപ്പിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ടും വാചികാഭിനയത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആഹാര്യം രണ്ടും കൂടിയും എത്തില്ല ഈ സമയത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ഈ ഒരു വാചികത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുന്നത്. വാചികം എന്നുള്ള വാക്ക് തന്നെ എടുക്കുമ്പോൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർന്ന് ഉണ്ടായ ഒരു അഭിനയത്തിനെയാണ് വാചികാഭിനയം എന്ന് നമുക്ക് കാണാം. നാട്യശാസ്ത്രത്തിൽ അതിന്റെ സൂചനകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വാചി യത്നസ്തു കർത്തവ്യോ നാട്യസ്യൈഷ തനുവർ സ്മൃത അംഗ നൈപഥ്യ സത്വാനി വാഗർത്ഥം വ്യഞ്ജയന്തിഹി എന്നുള്ള പ്രസിദ്ധമായ ഒരു ശ്ലോകം ഇതിന്റെ പ്രാധാന്യം നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട്. നാട്യസ്യൈഷ തനുസ്മൃത എന്നാണ് പറയുന്നത്. നാട്യത്തിന്റെ തനുവാണ്, ശരീരമാണ് ഈ വാചികാഭിനയം എന്ന് കാണാം. തനു ശരീരം നമുക്ക് മൂർത്തിയായിട്ട് വിഗ്രഹ രൂപേണ നമുക്ക് കാണാൻ സാധിക്കുന്നതിനെയാണല്ലോ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാകുന്ന, കണ്ണുകളെ കൊണ്ട് നമുക്ക് കണ്ണാകുന്ന ഇന്ദ്രിയത്തിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് നമ്മളുടെ ആന്തരികമായിട്ടുള്ള അനുഭവ തലത്തിൽ അതിനെ പിന്നെയും പിന്നെയും അപഗ്രഥിച്ച് ആ ഒരു ആസ്വാദ്യ ലെവലിലേക്ക് എത്താനുള്ള ഒരു പ്രധാന മാധ്യമമാണ് വാചികാഭിനയം എന്ന് നിസ്സംശയം പറയാം. കൂടിയാട്ടത്തിന്റെ വാചികാഭിനയത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാൽ പ്രയോക്താവ് തന്നെയാണ് ഭൂരിഭാഗവും വാചികാഭിനയം കൈകാര്യം ചെയ്യുന്നത്. പ്രയോക്താവിന് വാചികാഭിനയത്തിന്റെ അഭ്യാസം കൂടി ആവശ്യമാണ്. അപ്പോ പലതരത്തിലുള്ള അഭിനയ ഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാരി ഭാഗങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു രീതിയിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങളെ നടി തന്നെ പഠിച്ച് അത് ചൊല്ലേണ്ടതായിട്ടുള്ള ചുമതല ഉണ്ട് എന്നർത്ഥം. മറ്റു ചില കലാരൂപങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 ഫോർഫോൾഡ് അഭിനയ അത് 4ഉം ഒരു നടനിൽ കൂടി തന്നെ അല്ലെങ്കിൽ ഒരു നടിയിൽ കൂടി തന്നെ പുറത്തേക്ക് വരേണ്ടതായിട്ട് കാണാം കൂടിയാട്ടത്തിൽ. അപ്പൊ ഇതിന് ചിട്ടയായിട്ടുള്ളൊരു അഭ്യാസം ആവശ്യമാണ്. അതായത് ആംഗികാഭ്യാസം പോലെ സാത്വികാഭ്യാസം പോലെ വാചികത്തിനും വളരെ പ്രധാനമായ വളരെ ശ്രദ്ധിച്ച വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അഭ്യാസം കുട്ടിക്കാലം മുതലേ ഇതിന് കിട്ടേണ്ടത് ഒരു വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ആ ഒരു സമയത്ത് സന്ദർഭത്തിങ്കൽ ഏത് ഭാവമാണോ നമുക്ക് അവിടെ പ്രകടിപ്പിക്കേണ്ടത്
ആ ഭാവത്തിന്റെ തനതായ ആ ഒരു രീതി അല്ലെങ്കിൽ അതിനെ സംവേദനം ചെയ്യാനുള്ള ഒരു മാർഗം ഈ ഒരു അഭിനേതാവിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. പിന്നെ അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് കൂടിയാട്ടത്തിലെ ഈ ഒരു വാചികാഭിനയം ഇന്നത്തെ കാലത്ത് ആർക്കും ഒട്ടും തന്നെ പരിചയമില്ലാത്ത ഒരു സംഗതിയാണ്. മറ്റുള്ള കലാരൂപങ്ങളിലൊക്കെ കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനി സംഗീതമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെതായ സോപാന സംഗീതമോ അതിൻ്റെയൊക്കെ പിൻബലത്തോടുകൂടി കഥകളിയുടേതായ സംഗീതമോ ഒക്കെ ഉണ്ട്, പിൻബലമുണ്ട്. അത് വളരെ വളരെ അധികം പ്രചാരമുള്ള ഒരു സംഗീത മേഖലയാണ് കേരളത്തില്. അപ്പോൾ ആ ഒരു സംഗീതം ഇന്ന രാഗത്തിൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യം നമുക്ക് ആ ഗായകനോ ഗായികയോ പുറപ്പെടുവിച്ചാൽ അല്ലെങ്കിൽ പ്രകടിപ്പിച്ചാൽ പ്രേക്ഷകർക്ക് ആ ഭാവം വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോ ഒരു ഇൻട്രഡക്ഷനായിട്ട് ഈ ഒരു രാഗത്തിൽ കൂടിയുള്ള ഭാവം ഇതര കലാരൂപങ്ങളിൽ പ്രകടമായിട്ട് അഭിനയ സംഗീതം എന്നുള്ള ഒരു മാധ്യമത്തിൽ കൂടി കിട്ടുന്നതാണ്. പക്ഷേ കൂടിയാട്ടത്തിന്റെ എല്ലാ മേഖലകളായിക്കോട്ടെ, ആംഗികായിക്കോട്ടെ, വാചികായിക്കോട്ടെ, വളരെ വിഭിന്നമാണ്. അത് ഗ്രഹിക്കുവാൻ വളരെ വിഷമമാണ്. എന്നാൽ വിഷമമാണോ ചോദിച്ചാൽ നിത്യാഭ്യാസം കൊണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കഠിനത കൂടിയാട്ടത്തിന്റെ വാചികാഭിനയത്തിന് പ്രയോഗിക്കുന്ന രീതിയിലും അത് ആസ്വദിക്കുന്ന രീതിയിലും ഉണ്ട്. കാരണം ഇന്ന് കൂടുതലായിട്ടും ഇവിടെ പ്രചരിക്കുന്നത് ഇത്തരം ഇത്തരം സംഗീത പദ്ധതികളാണ്. കൂടിയാട്ടത്തിന്റെ ഒരു സംഗീത പദ്ധതി കൂടിയാട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ആസ്വദിക്കാനായിട്ട് അത് പഠിക്കാനായിട്ടോ ഒക്കെ മറ്റുള്ള മേഖലകളിലേക്ക് അത് കൊടുക്കാനോ ഒന്നും ഇതുവരെ അങ്ങനെ ഒരു തരത്തിലുള്ള കൈമാറലുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടുകൽപദ്രൂപം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതില് ബഹുമാനപ്പെട്ട ഡോക്ടർ അപ്പുകുട്ടൻ നായർ സാറ് എഴുതിയിട്ടുണ്ട്, ശാസ്ത്രീയ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ ഉദാത്ത അനുദാത്ത സ്വരിത കമ്പിത സ്വരങ്ങളെ അവലംബിച്ച് കൂടിയാട്ടത്തിൽ ഗദ്യപദ്യങ്ങൾ നീട്ടിച്ചൊല്ലുന്ന രീതി രസനിഷ്പത്തിക്ക് അന്യാദൃശമാകും വണ്ണം ഉതകുന്നു എന്ന് പറയാതെ വയ്യ എന്ന് പറയാണ്. അപ്പൊ സംസ്കൃത ശ്ലോകങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ഏത് രസമാണോ ഏത് ഭാവമാണോ കൊടുക്കേണ്ടത് ആ ഭാവം കൊടുക്കാനായിട്ടുള്ള അന്യാദൃശമായിട്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഈ ഒരു ചൊല്ലുന്ന രീതിയിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഒരു സ്വരം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വരം നിർത്താനായിട്ട് ഒരു വ്യഞ്ജനാക്ഷരമാണെന്നുണ്ടെങ്കിൽ ആ വ്യഞ്ജനാക്ഷരത്തിനോടുകൂടി സ്വരാക്ഷരം ചേർത്ത് അതിനെ നീട്ടി ചൊല്ലിക്കൊണ്ടാണ് ആ ഒരു സ്വരം അവസാനിപ്പിക്കുന്നത്. അതിവിടെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൂടിയാട്ടത്തിൽ 24 സ്വരങ്ങളാണ് സാധാരണയായിട്ട് നിലനിൽക്കുന്നത്. അതിൽ ഉപയോഗിക്കാത്തതായിട്ട് 3 സ്വരങ്ങളുണ്ട്. 21 സ്വരങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. വേളാധൂളി, വരാടി തോടി, പുറനീരന്ധാളി പൗരാളയ, കാനശ്ച അന്തരയശ്ച കാമരമഥ, ശ്രീകണ്ഠഡക്കാഹ്വയൗ, ഗാന്ധാരശ്ച കുരൽക്കുറിഞ്ഞി വിമല, മുഠാഭിത കൈശിക, ഹിന്ദോളദ്വയ പഞ്ചമത്രയയുധ, രാഗാശ്ച നാട്യേ സ്മൃത. ഇതാണ് 24 സ്വരങ്ങൾ. അതില് വരാടി, വിമല, സ്വൽപ്പനന്തിരി എന്നുള്ള 3 രാഗങ്ങൾ അഥവാ സ്വരങ്ങൾ കൂടിയാട്ടത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം അതെങ്ങനെയാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർക്ക്, നമ്മുടെ മൺമറഞ്ഞുപോയ ആചാര്യന്മാരടക്കം അത് അവർക്ക് അറിയില്ലാത്ത രീതിയിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവർക്കത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് അപ്രത്യക്ഷമായിക്കണു എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 21 സ്വരങ്ങളാണ് ഇന്ന്. അതിലും ചില സ്വരങ്ങൾ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഇന്തളം, വേളാധൂളി, തർക്കൻ, വീരതർക്കൻ, ദുഃഖഗാന്ധാരം തുടങ്ങിയിട്ടുള്ള ചേടി പഞ്ചമം തുടങ്ങി അന്തരി, ഇതൊക്കെയാണ് വളരെ പോപ്പുലറായിട്ട് എന്നുള്ള ഭാഷ എടുക്കട്ടെ. എല്ലാ കൂടിയാട്ടങ്ങളിലും ഈ സ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അന്തരി ഒഴികെ. അന്തരി എന്നുള്ള ആ സ്വരം കൂടിയാട്ടം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നാടക അഭിനയമാണല്ലോ കൂടിയാട്ടം. നാടകം, സംസ്കൃത നാടകത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലുക കഥാപാത്രങ്ങളായിട്ട്. അപ്പൊ അന്തരി നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, അത് അഭിനയിക്കില്ല.
ശേഷമുള്ള. അപ്പൊ അന്തരി കൂടുതലായിട്ടും വരുന്നത് കൂടിയാട്ടത്തിന്റെ നിർവഹണ അഭിനയത്തിലാണത് കൂടുതലായിട്ട് വരിക. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കഥാപാത്രത്തിന്റെ സ്ഥായിയിലോ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലോ കഥാപാത്രത്തിന്റെ ആ നിമിഷത്തെ സന്ദർഭത്തിനോ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. 3 തരത്തിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. കഥാപാത്രത്തിന്റെ സ്വഭാവം, കഥാപാത്രത്തിന്റെ സ്ഥായീഭാവം, കഥാപാത്രത്തിന്റെ തൽസന്ദർഭം, ആ സമയത്തുള്ള സന്ദർഭം. ഇങ്ങനെ 3 തരത്തിലാണ് രാഗങ്ങൾ അല്ലെങ്കിൽ സ്വരം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് അഭ്യസിക്കേണ്ടത് ഗുരുനാഥൻ പറഞ്ഞു തന്ന് അത് കേട്ട് അതിൻ്റെ സ്വരങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ സ്വരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഗുരുനാഥന്റെ മുഖത്ത് നിന്ന് കേട്ട് അത് ആവർത്തിച്ച് ചൊല്ലി മാത്രമേ ഇത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുള്ളൂ. അത് ഏതൊരു തരത്തിലാണെന്നാണെങ്കിൽ, ഇപ്പോ വേദങ്ങൾ അഭ്യസിപ്പിക്കുന്നത് പോലെ ഗുരുനാഥൻ ആ വേദം അഭ്യസിക്കുന്ന ആ ശിഷ്യനെ, കുട്ടിയെ സമീപത്ത് ഇരുത്തി, മുഖാമുഖം ഇരുത്തി അതിൻ്റെ ആ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറയുന്ന ഈ 3 തരത്തിലുള്ള അതിൻ്റെ പിച്ചിന്റെ കൺട്രോൾസ്, അത് എങ്ങനെയാണോ ഒരു ഗുരുനാഥൻ അത് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇതില് നമ്മുടെ സ്വരങ്ങള് പഠിപ്പിക്കുന്നത്. ഒരു മാറ്റമില്ല. നമ്മൾ തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഇതെങ്ങനെ സ്വരിക്കണം എന്നുള്ള ഒരു, സ്വരിക്കുക എന്നാണ് പറയുക, സ്വരിച്ച് ചൊല്ലുക എന്നാണ് പറയുന്നത്. വേദത്തിലും അത് തന്നെയാ പറയുക, സ്വരിക്കുക എന്ന് തന്നെയാണ് പറയുക. അപ്പൊ സ്വരിച്ച് ചൊല്ലുന്നത് എങ്ങനെയാണോ അപ്രകാരം തന്നെയാണ് കൂടിയാട്ടത്തിലും ചൊല്ലുന്നത്. ഓരോ രാഗങ്ങളും ഇതിൽ 1-2 രാഗങ്ങൾ തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസം എങ്ങനെ വരുത്തണം എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കണ ചിലപ്പോൾ തർക്കനും വീരതർക്കനും തമ്മിൽ വളരെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് വ്യത്യാസം നമുക്ക് പഠിപ്പിക്കുന്ന കാലത്തൊന്നും അറിയില്ല. അപ്പൊ ഈ വ്യത്യാസം വരുന്നത് ഏത് തരത്തിലാണ്? കഥാപാത്രത്തിന്റെ സാന്ദർഭികമായിട്ടുള്ള അവസ്ഥ വെച്ചിട്ടാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. അത് അപ്പൊ വേദമായിട്ട് കൂടിയാട്ടത്തിലെ ചൊല്ലുന്നതിനുള്ള വ്യത്യാസം വരുന്നത്, വേദത്തില് ഒരിക്കലും ഭാവം എന്നുള്ള സംഭവം വരുന്നില്ല. ഒരേപോലെയാണ്, ടെമ്പോ ഒരേപോലെയാണ്. അത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് വേദത്തിന്റെ ഇതുകൾ. പക്ഷെ നമുക്കൊരു ഭാവം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല. ഒരേപോലെ അതിങ്ങനെ ആ ഒരു അക്ഷരങ്ങളുടെ വ്യക്തതയും ആ അക്ഷരങ്ങൾ ക്രമീകരിക്കുന്നതിലും അതേപോലെ അതിന്റെ സ്വരസ്ഥാനങ്ങൾ ചെന്ന് ഉയർന്നു നിന്ന് അത് കണ്ഠവ്യം, താലവ്യം, ദന്തവ്യം എന്നൊക്കെയുള്ള ആ ഒരു പലതരത്തിലുള്ള നിയമങ്ങളിൽ കൂടി അവര് അക്ഷരങ്ങളെയും അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെയും നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ചൊല്ലുകയാണ്, അല്ലെങ്കിൽ സ്വരിച്ചു ചൊല്ലുകയാണ്. അത്രയ്ക്ക് കൂടിയാട്ടത്തില് നിഷ്കരിഷ ഇല്ലെങ്കിലും ഈ ദന്തവ്യവും താലവ്യവും ഒക്കെ കൂടിയാട്ടത്തിൽ ആവശ്യമാണ്. പക്ഷേ ഇതില് വ്യത്യാസം വരുന്നത് ഭാവത്തിന്റെ വിനിയോഗമാണ്. കാരണം കൂടിയാട്ടത്തില് there is no third person. അവിടെ ഒരാളില്ല ഭാവം കൊടുക്കാനായിട്ട്. നമുക്ക് മിഴാവിൽ നിന്ന് കിട്ടുന്ന അത്രയും ശക്തമായ ആ ഒരു പിന്താങ്ങൽ കഴിഞ്ഞാൽ, പിന്താങ്ങൽ എന്ന് പറയരുത്, മുണ്ടാങ്ങൽ തന്നെയാണ്, ആ ഒരു ഒപ്പത്തിനൊപ്പമുള്ള ആ ഒരു 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 നമ്മുടെ ട്രസ്റ്റ് പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞാൽ പിന്നെ നടൻ തന്നെയുള്ളൂ ഇതിന് ഭാവം കൊടുക്കാനായിട്ട്. നമുക്ക് വേറൊരു ഇൻസ്ട്രുമെന്റ് പോലും ഇല്ല സഹായിക്കാനായിട്ട്. മറ്റുള്ള കലാരൂപങ്ങൾ എത്രയോ ഇൻസ്ട്രുമെന്റുകൾ വരുന്നുണ്ട്. ഭാവം കൊടുക്കാനായിട്ട് അതാത് സമയത്ത് ഓരോ ഇൻസ്ട്രുമെന്റുകൾ കൊടുത്ത് എങ്ങനെ തരത്തിൽ നമുക്കതിനെ ഗംഭീരമായിട്ട് പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ ഇതര കലാരൂപങ്ങളിൽ വളരെ നന്നായിട്ട് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടിയാട്ടത്തിന് ആ ഒരു സാധ്യത ഇല്ല. മിഴാവും ഇടയ്ക്കയും അതുപോലെ നമ്മുടെ വാചികാഭിനയവും മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നുകൊണ്ടാണ് കലാകാരന്മാർ അവർക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള അവരുടെ അഭിനയത്തെ പോഷിപ്പിച്ചുകൊണ്ട് അഭിനയിക്കുന്നത്, ആ പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇതാണ് വേദ ചൊല്ല്. അപ്പൊ ആ ഒരു കാര്യവും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അഭിനേത്രിയിലും, ഷാനങ്ങാര അഭിനേത്രിയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അഭിനേത്രി പറയുന്നു, നമ്പൂതിരിമാരുടെ അപ്പൂട്ടനാർ സാർ പറയുന്നത് നമ്പൂതിരിമാരുടെ യജുർവേദ ഉച്ചാരണത്തിന് സദൃശമായുള്ള സാദൃശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അഭിനേത്രിയിൽ പറയുന്നു,
കൂടിയാട്ടത്തിൽ 24 സ്വരങ്ങളുണ്ട്. 21 നിലവിൽ ഉപയോഗിക്കുന്നു. സ്വരിച്ചു ചൊല്ലുക എന്ന് തന്നെയാണ് അതിന്റെ സാങ്കേതിക ഭാഷ. ഈ സ്വരിക്കുന്നതിന് വേദോച്ചാരണമായി ബന്ധം തോന്നുന്നുണ്ട് എന്ന് രണ്ടുപേരുടെ അഭിപ്രായം ഏകദേശം ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്കും ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതില് യജുർവേദ ഉച്ചാരണം എന്നാണ് പുട്ടനാരി സാർ പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം കൃത്യമാണെന്ന് വളരെ ഗഹനമായി പഠിക്കുക തന്നെ വേണം. യജുർവേദം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋഗ്വേദത്തിലെ ചില ഉദാത്താനുദാത്തങ്ങളും കൂടിയാട്ടത്തിൽ ചില സമയത്ത് ചില സ്വരങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പഠനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ റയറായിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് കൂടിയാട്ടത്തിലെ വാചികാഭിനയം. അതിൽ ഇനിയും ധാരാളം സാധ്യതകളുണ്ട് ഇത് പഠിക്കാനും. ഇതൊരു വേണമെങ്കിൽ നമുക്ക് നോട്ടായിട്ട്, ഗ്രാഫിക്കൽ നോട്ടായിട്ട് വരെ ഇത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സാധിക്കുമ്പോൾ ഇപ്പൊ മുദ്രയുടെയൊക്കെ നോട്ട്സ് ഇറക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിന് നോട്ട്സ് വേണമെങ്കിൽ കൊണ്ടുവരാൻ. അത്രയും നമ്മൾ ഗഹനമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഓരോ സ്വരങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് നേരിട്ട്. വേളാധൂളി എന്ന് പറയുന്ന സ്വരം, വേളാതവളി എന്നും പറയുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി പുരാതനമായ മലയാളമാണെന്ന് തോന്നുന്നു. അത് 3 സന്ദർഭങ്ങളിലാണ് ഈ വേളാധൂളി എന്നുള്ള സ്വരം ഉപയോഗിക്കുക. ത്വര, ഭയാനകം, ദൂരഭാഷണം. 3 സമയം, 3 അവസ്ഥകളാണിത്. കാരണം നാട്യം എന്ന് പറയുന്നത് അവസ്ഥ അനുകൃതർ നാട്യം, ദശരൂപകം പറയുന്നു. അവസ്ഥ എന്താണോ അതിനെ അനുകരിക്കുകയാണ് നാട്യം ചെയ്യുന്നത്. അപ്പൊ അവസ്ഥയെയാണ് എന്നും കൂടിയാട്ടത്തിൽ ഈ അവസ്ഥ ഒക്കെയും എങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അപ്പൊ എന്നിട്ടാണ് ഇതിന്റെ അഭിനയം തുടങ്ങുന്നത്. എന്നിട്ടാണ് എങ്കിലോ പണ്ട് പറഞ്ഞിട്ട്. അപ്പോ അത്ര ശാസ്ത്രീയമായിട്ടാണ് കൂടിയാട്ടം ചെയ്യുന്നത്. ഈ അവസ്ഥ ഒക്കെയും ഓരോ കഥാപാത്രങ്ങൾക്കും അതെ, ഈ അവസ്ഥ ഒക്കെയും എങ്ങനെ. അല്ലെങ്കിൽ ഒരു കഥാപാത്രം വന്നാൽ എനിക്കിപ്പോഴേറ്റവും സന്തോഷമുണ്ടായി, ആഹാ ഏറ്റവും സന്തോഷമുണ്ടായി, അതെന്ത്, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പൊ ആ അവസ്ഥ അവിടെ ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന് യോജിച്ച ഒരു സ്വരം എടുത്തുകൊണ്ട് ചൊല്ലുകയാണ് നമ്മൾ നാടകത്തിൽ നിന്ന് ചെയ്യാം. അടുത്തത് തൊണ്ട്, തോടി എന്നും പറയും. ഭക്തിക്കും ശാന്തത്തിനുമാണ് തോടി അല്ലെങ്കിൽ തൊണ്ട് ഉപയോഗിക്കുന്നത്. ശാന്തം എന്നുള്ള സ്ഥായി ഭാവത്തിനും ഭക്തി എന്നുള്ള ആ ഒരു താൽക്കാലികമായ, അതായത് സഞ്ചാരി ഭാവത്തിനുമാണ് ഇത് ഉപയോഗിക്കുക. പുറനീര്, വർഷക്കാല വർണ്ണനയും പ്രഭാത വർണ്ണനയ്ക്കുമാണ് പുറനീര് ഉപയോഗിക്കുക. ആർത്തൻ, സംഭോഗ ശൃംഗാരം, അത് ഉത്തമന്മാരായ നായിക നായകന്മാരുടെ സംഭോഗ ശൃംഗാരത്തിന് ആർത്തൻ, അന്താളി എന്നും പേരുണ്ട്. അത് അതിനൊരു പ്രത്യേക രീതിയുണ്ട്. പൗരാളി എന്നുള്ള രാഗം വരുന്നു, അത് വിപ്രലംബ ശൃംഗാരത്തിനാണ്. അപ്പോൾ ശൃംഗാരത്തിന്റെ 2 അവസ്ഥകളെ, സംഭോഗ ശൃംഗാരമായിക്കോട്ടെ വിപ്രലംബ ശൃംഗാരമായിക്കോട്ടെ, രണ്ടിനും വ്യത്യസ്ത സ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്. വിപ്രലംബ ശൃംഗാര, ഈ പൗരാളി കുറച്ച് വ്യത്യാസമുള്ള ആർത്തനായിട്ട്, എന്നാലും അതിന് പ്രകടമായിട്ടുള്ള മാറ്റം കാണാം. ഇനി അന്തരി എന്നുള്ള സ്വരമാണ്, അത് അവസ്ഥാകഥനത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവസ്ഥ. അപ്പോ അതിനെ കുറച്ചും കൂടി ഒന്ന് വ്യക്തമായിട്ട് നാട്യകൽപ്പദ്രുമത്തിൽ പറയുന്നു. കവിവാക്യവും കഥാക്ഷേപവും ആ രണ്ടിനാണെന്ന് നാട്യകൽപ്പദ്രുമത്തിൽ പറയുന്നുണ്ട്. കവി പറയുന്ന ഒരു വാക്യത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നിർവ്വാണത്തിലാണ് അത് കൂടുതലായിട്ട് ഉപയോഗം വരുന്നത്. ഘട്ടന്തരി, ദുഷ്ടനിഗ്രഹ വാർത്ത എന്നുള്ള അവസ്ഥ. ശ്രീകാമരം, അതർക്കിത പ്രമോദം എന്നുള്ള അവസ്ഥ. അതർക്കിത പ്രമോദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിക്കാതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാവാൻ ഒരു കാരണം, ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. ആ അനുഭവം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയും ആ എക്സൈറ്റ്മെന്റിൽ കൂടി സന്തോഷം, പ്രമോദമുണ്ടാകുന്ന അവസ്ഥയ്ക്കാണ്, അതാണ് ശ്രീകാമരം ഉപയോഗിക്കുക. ശ്രീകണ്ഠി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വരങ്ങളിൽ ഒന്നാണ് ശ്രീകണ്ഠി. കുറെ സന്ദർഭങ്ങളിലും ശ്രീകണ്ഠി ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അങ്കാവസാനേ ശ്രീകണ്ഠി എന്ന് പറയും. അതൊരു ഒരു നാടകത്തിലെ വിവിധ അംഗങ്ങൾ, അംഗാഭിനയമാണല്ലോ കൂടിയാട്ടം. അപ്പോ ചൂടാമണി എടുക്കുകയാണ്, ഈ പറഞ്ഞ ശാലാംഗം, ശൂർപ്പണഖാംഗം, മായാസീതാംഗം, ജഡായുവധാംഗം, ഇങ്ങനെ പോകും. അപ്പൊ അതിൽ നമ്മൾ ശൂർപ്പണഖാംഗം തുടങ്ങി ശൂർപ്പണഖേട കഴിഞ്ഞു, നിണങ്ങ് വന്നുപോയി, പിന്നെ കുറച്ച് നാടകങ്ങളും. അത് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുകയാണ്, അംഗ അവസാനം. അവസാനിപ്പിക്കുമ്പോ ശ്രീകണ്ഠി എന്നുള്ള സ്വരം ചൊല്ലി മാത്രമേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിയമമാണ്, നിർബന്ധമാണ്. അത് ആരുടെ വാക്യായിക്കോട്ടെ,
ശ്രീകണ്ഠി. രാവണനൊക്കെ പതിവില്ല, പശുവനിയാകുമ്പോൾ രാവണന് വരാ, സീതയ്ക്കാണ് ചൊല്ലുക. തോർന്ന യുദ്ധത്തിലും രാവണനാണ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിലും ശ്രീകണ്ഠി വിഭീഷണനാണ് ചൊല്ലുക. അങ്ങനെ ചില മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഒരു കാര്യം. രണ്ടാമത് ദുഷ്ടഹിംസനം. ദുഷ്ടനായിരിക്കുന്ന ഒരാളെ കൊന്നു എന്നുള്ളത് പറയുമ്പോ അതിനും ശ്രീകണ്ഠിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 2 സന്ദർഭങ്ങൾ, മധ്യാഹ്നത്തിനും സന്ധ്യാസമയത്തും ഈ ശ്രീകണ്ഠിയാണ്. അപ്പൊ പ്രഭാത വർണ്ണനയ്ക്ക് പുറനീരും മധ്യാഹ്ന വർണ്ണനയ്ക്കും സായങ്കാല വർണ്ണനയ്ക്കും ശ്രീകണ്ഠിയും ഉപയോഗിക്കുന്നു. പിന്നെ ഭക്തി എന്നുള്ള അവസ്ഥയിലും ശ്രീകണ്ഠി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് തർക്കൻ എന്നുള്ള സ്വരാണ്. ക്രോധത്തിലും രൗദ്രത്തിലുമാണ് തർക്കൻ ഉപയോഗിക്കുന്നത്. രൗദ്രസ്ഥായി തർക്കനെ പാടുള്ളൂ എന്ന് നിർബന്ധമാണ്. പിന്നെ സഞ്ചാരിയായിട്ട് ക്രോധം, പെട്ടെന്നൊരാൾക്ക് നല്ലൊരു സ്ഥായിയിൽ നിൽക്കുന്ന ഒരാളാവും, പെട്ടെന്ന് അയാളുടെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥായി മാറുകയും സഞ്ചാരിയായിട്ട് ക്രോധസ്ഥായിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പൊ രൗദ്രം അവിടെ ഉപയോഗിക്കണം, തർക്കൻ അവിടെ ഉപയോഗിക്കണം എന്നാണ് നിയമം. വീരതർക്കന് വീരരസത്തിലാണ് ഉപയോഗിക്കേണ്ടത്. വീരരസപ്രധാനമായ സന്ദർഭങ്ങളിൽ വീരതർക്കൻ എന്നുള്ള രാഗം ഉപയോഗിച്ചോളണം. ദുഃഖഗാന്ധാരം, പേരിൽ തന്നെ മനസ്സിലാക്കാം, ദുഃഖസ്ഥായിക്കാണ് ദുഃഖഗാന്ധാരം ഉപയോഗിക്കുന്നത്, ശോകത്തിലും കരുണത്തിലും. പിന്നെ അടുത്തത് കുരക്കുറഞ്ഞി എന്നൊരു രാഗമാണ്. അത് വാനരന്മാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന, അവർക്കാണ്. വാനരന്മാര് അവരുടെ സ്ഥായി ആയിട്ടുള്ള ഭാവത്തിലാണ്. കാരണം അവർക്ക് ഇത് മാറുമ്പോ, അതായത് അവരുടെ ഭാവം മാറുമ്പോ ഭക്തിയിലേക്ക് പോകുമ്പോ ചിലപ്പോൾ തൊണ്ട് ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ പോലെ തൊണ്ടിലേക്ക് മാറാം, ശ്രീകണ്ഠിയിലേക്ക് മാറാം, അല്ലെങ്കിൽ ദുഃഖഗാന്ധാരത്തിലേക്ക് മാറാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്ഥായിയായിട്ട് ഒരു ഹനുമാൻ പ്രവേശിച്ചു, ഒരു നല്ലൊരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഉത്സാഹത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ കുരക്കുറിഞ്ഞിയിൽ വേണം അത് ചൊല്ലാനായിട്ട്. ഇന്തളം ഉത്തമ വീരനായകന്മാരുടെ സ്ഥായിയായിട്ടുള്ള സ്വരമാണ്. അത് ശ്രീരാമൻ, അർജുനൻ തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങള് ഇന്തളത്തിൽ ചെല്ലണം. അടുത്തത് മുരളീന്തളം എന്നൊരു ചെറിയൊരു സ്വരമുണ്ട്. ഈ മുരളീന്തളം ശ്രീരാമനെയും സീതയും കൂടിയിരിക്കുമ്പോൾ ശ്രീരാമന്റെ സംഭോഗ ശൃംഗാരത്തിലാണ് മുരളീന്തളം ഉപയോഗിക്കുന്നത്. അടുത്തത് ഭിന്നപഞ്ചമം. അത് പ്രഹർഷാതിശയം, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവുമ്പോ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വീരപഞ്ചമം അത്യന്ത ധീര സംയോഗേ, ഒരു വളരെ ധൈര്യമുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ ഒരു അവസരത്തിൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന, അതായത് സാധാരണ ഒരാൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം താൻ തന്റെ കഴിവുകൊണ്ട് ചെയ്തു തീർത്തു എന്നുള്ള ഒരു അവസരം വരുന്ന സമയത്ത് ഈ വീരപഞ്ചമമാണ് ഉപയോഗിക്കുക. അടുത്ത ചേടി പഞ്ചമം. അങ്ങനെ 3 പഞ്ചമങ്ങളുണ്ട്: ഭിന്നപഞ്ചമം, വീരപഞ്ചമം, ചേടി പഞ്ചമം. ചേടി പഞ്ചമം ബാലകഥാപാത്രങ്ങൾക്കാണ് ഉപയോഗിക്കുക, കുട്ടികള്. പിന്നെ നീചകഥാപാത്രങ്ങളിലാണ് പറയുക. അങ്ങനെ പോലെ സൂതൻ, അങ്ങനെയൊക്കെയുള്ള വളരെ അവരുടെ അവസ്ഥ വെച്ചിട്ട് കുറച്ച് താഴെയാണ് എന്ന് നാടകത്തിൽ പറയുന്ന ചില കഥാപാത്രങ്ങൾക്ക് ചേടി പഞ്ചമം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ദാണം, അത്ഭുതത്തിനാണ് ദാണം ഉപയോഗിക്കുക. അത്ഭുതം സ്ഥായിയായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ, സന്ദർഭങ്ങൾ വരുമ്പോൾ ദാണമാണ് ഉപയോഗിക്കുക. ഭയാനകത്തിലും ആവാമെന്ന് കാണുന്നുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ദാണം ഭയാനകത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഭയാനകം വരുമ്പോൾ അധികവും വേളാധൂളിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ 21 സ്വരങ്ങൾ കൂടിയാട്ടത്തില് ധാരാളമായിട്ടും ചിലത് വളരെ അപൂർവമായിട്ടും ഉപയോഗിക്കും. ഭിന്നപഞ്ചമം, വീരപഞ്ചമം, ഘട്ടന്തരി തുടങ്ങിയിട്ടുള്ളതൊക്കെ വളരെ അപൂർവമായിട്ടേ ഉപയോഗിക്കുള്ളൂ. അങ്കുലിയാങ്കം ചെയ്യുമ്പോഴോ ആ സമയത്തേക്കാണ് ഇതിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. ഭിന്നപഞ്ചമം പ്രതിമാ നാടകത്തിലെ 1-ാം അംഗത്തില് ഭിന്നപഞ്ചമം ശ്രീരാമന് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ നാഗാനന്ദത്തിലെ 2-ാം അംഗത്തില് നായകൻ ജീമൂതവാഹന് ഭിന്നപഞ്ചമം ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ 1-2 നാടകങ്ങളിലും ഇത് വരുന്നുണ്ട്, അംഗങ്ങളിലും ഇത് വരുന്നുണ്ട്. നാട്യകൽപ്പദ്രുമത്തില് സ്വരങ്ങൾ 10ഉം 10ഉമായിട്ടാണെന്നാണ് പറയുന്നത്. അവര് വീരപഞ്ചമം അതില് മാണി മധോച്ചാക്യാര് അത് സൂചിപ്പിച്ച് കണ്ടിട്ടില്ല. ബാക്കി 20 പറയുന്നത്.
ഇത്രയാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു ആമുഖമായിട്ട് പറയാൻ സാധിക്കുക. അപ്പോ സ്വരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന, അപ്പൊ സ്വരിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ആധികാരികമായിട്ട് സ്വരഹ എന്നുള്ളതിന് പറയുന്നത് സ്വരന്തി ശബ്ദായതേ സ്വരാഹ ഉച്ചൈഹി ഉദാത്ത തദ്വിപരീത അനുദാത്ത സമാഹൃത സ്വരിത എന്നാണ്. അപ്പൊ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ള 3 എണ്ണം. അതുകൂടാതെ കണ്ട് കമ്പനം, ഒരു ശബ്ദം ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ ദുഃഖകാന്താരത്തിലൊക്കെ വരും. തൊണ്ട അടയുക, ഗദ്ഗതം വരിക തുടങ്ങിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് മാനുഷികമായിട്ട് ഉണ്ടാവുന്നതാണ് തൊണ്ട ഇങ്ങനെ ഇടറുന്നത്. അപ്പൊ അത് ദുഃഖകാന്താരത്തിലാണ് അത് കൂടുതലായിട്ട് ആ ഒരു കമ്പന ശബ്ദം വരുന്നത്. ഇനി ഇതിന്റെ അഭ്യാസം എങ്ങനെയാണ് സ്വരങ്ങൾ അഭ്യസിച്ചിട്ടുള്ളത്? ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പഠിക്കുന്ന കാലത്ത്, അഭ്യസിക്കുന്ന കാലത്ത്, വെളുപ്പാങ്കാലത്താണ് ഇത് അഭ്യസിച്ചിരുന്നത്. സാധാരണ സംഗീതമൊക്കെ അഭ്യസിക്കുന്ന പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഓരോ സ്വരങ്ങളും ചൊല്ലിയാണ് ചൊല്ലിത്തരും. നമ്മളത് കേട്ട് അതനുസരിച്ച് ചൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചൊല്ലുമ്പോ ഇരുന്നിട്ടല്ല ചൊല്ലുക. ഇപ്പൊ വേദം ചൊല്ലുമ്പോൾ ഇരുന്നിട്ടാണ് അവർ അഭ്യസിക്കുന്നത്. പക്ഷെ കൂടിയാട്ടത്തില് നമ്മൾ സമപാദത്തിൽ താന്നു നിന്ന് കൈയിന്റെ കുഴ ഇളക്കിക്കൊണ്ടാണ് ഇത് ചൊല്ലുക. അപ്പൊ അങ്ങനെ ഒരു സ്വരം ചൊല്ലാൻ തുടങ്ങിയ 4, 5, 6 സ്വരങ്ങൾ ചൊല്ലി കഴിയുന്നവരെ നമ്മൾ ആ ഒരു നിപ്പ് അതുപോലെ നിൽക്കണം. അങ്ങനെ നിന്ന് ആ സ്വരം, ഒരു സ്വരം, ആ സ്വരത്തില് 4 ശ്ലോകങ്ങളാണ് ചൊല്ലിപ്പിക്കുക. അപ്പൊ ഇന്തളം എന്നുള്ള സ്വരം എടുത്തു കഴിഞ്ഞാൽ ഇന്തളത്തില് 4 ശ്ലോകങ്ങൾ ചൊല്ലിക്കും. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രമാണം അനുസരിച്ച് ശ്ലോകത്തിന്റെ ഓർഡറാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളെ ചൊല്ലിപ്പിച്ച രീതി അങ്ങനെയല്ല. ആദ്യം തന്നെ ശ്രീകണ്ഠിയാണ് പഠിപ്പിച്ചത്. ശ്രീകണ്ഠി പഠിപ്പിച്ച ശേഷം ഇന്തളം, ചേടി പഞ്ചമം, അന്തരി, കുരക്കുറിഞ്ഞി, വേളാതുള്ളി, ആർത്തൻ, പൗരാളി, ശ്രീകാം, അങ്ങനെ വേറൊരു രീതിയിലാണ് ഇത്. കാരണം ഇത് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ഇതിന്റെ കഴിവനുസരിച്ച്. കാരണം ശ്രീകണ്ഠി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധമൊക്കെ നമുക്ക് ചൊല്ലാൻ വലിയ പ്രശ്നമില്ലാണ്ട് പറ്റും. ശ്രീകണ്ഠി അത്രയും സ്വരവും അതുപോലെ ഉദാത്തവും അനുദാത്തവും ഒക്കെ ഉള്ള ഒരു ഇതാണ്, ഒരു സ്വരമാണ്. അങ്ങനെ പഠിച്ച് അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ താന്നു നിന്ന് സമപാദത്തിൽ താന്നു നിൽക്കുക എന്നാണ് പറയുക. പോസ്റ്റർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈനും അതുപോലെ തലയും അതേപോലെ ആ പിൻഭാഗമൊക്കെ നല്ലതായിട്ട് കറക്റ്റ് നിൽക്കുന്ന പോലെ ഒട്ടും വളവും തിരിവില്ലാതെ കണ്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആ പോസ്റ്റർ കൃത്യമായിട്ട് കാലിന്റെ അകലം എന്ന് പറയുമ്പോൾ ഒരു ചാണകലം എന്ന് പറഞ്ഞാൽ ഒരു ചാണകലത്തിലേ വെക്കാൻ സമ്മതിക്കുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ കാലുകൊണ്ട് വന്ന് ഇങ്ങനെ തട്ടിയിട്ട് കാലിനെ വീണ്ടും അങ്ങനെ അടുപ്പിച്ച് വെപ്പിക്കും. അപ്പൊ ഏത് സമയത്തും നമുക്ക് ഒരു ചാൺ അല്ലെങ്കിൽ ഒരു ചാൺ 3 വരില്ല. അതിൽ കൂടുതൽ കാല് ഒരു ചാണേ പറ്റുള്ളൂ ശരിക്കും. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇങ്ങനെ കാലകത്തി കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് അകത്താൻ പാടില്ല എന്നാണ് കൂടിയാട്ടത്തിന്റെ നിയമം. ഒരു ചാൺ അകലത്തിൽ തന്നെ സമപാദത്തിൽ നിൽക്കണം. അപ്പൊ അതിങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അമർത്തിയിട്ടാണ് നിന്നിട്ടാണ് ഇത് ചൊല്ലിപ്പിക്കുന്നത്. അപ്പൊ ചൊല്ലിപ്പിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്നിട്ടേ ചൊല്ലിത്തരുള്ളൂ. ആ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. വേറെ എവിടേക്ക് ശ്രദ്ധ പോകാൻ പാടില്ല. നേരെ നോക്കുന്നു. ഗുരുനാഥൻ പറഞ്ഞു തരുന്ന ശബ്ദം പിന്നീന്ന് നമ്മൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നിലേക്ക് വരുള്ളൂ. ഇപ്പൊ കുഴ ഇളക്കണതൊക്കെ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നിൽ വന്ന് ഒന്ന് തിരിക്കും, ഇവിടേക്ക് ഒന്ന് പിടിച്ച് ശരിയാക്കി തരും, മുട്ടൊക്കെ ഒന്ന് അടിച്ചിങ്ങനെ പൊക്കി പിടിപ്പിക്കും. അങ്ങനെയുള്ളൊരു ചിട്ടയിലാണ് ഞാൻ അഭ്യസിക്കേണ്ടതായിട്ടുള്ളത്. ആ രീതിയിലാണ് ഞാനിവിടെ ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ അപ്പൊ ഇതിലെ അവതരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത്രയാണ് ഇതില് ആമുഖമായിട്ട് പറയാനുള്ള. എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനമായിട്ട് ഇതിൽ ചോദിക്കാം വേഗം. കാരണം സമയം ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ അതിന്റെ എങ്ങനെയാണ് ഈ അവതരണവും ഇതിന്റെ ചൊല്ലുന്ന ആ ഒരു വ്യവസ്ഥയും എങ്ങനെയാണെന്ന്
നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ, പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള പലതും അതിലേക്ക് കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ ചൊല്ലുന്നതിന്റെ അടിസ്ഥാനം ഒന്നാണെങ്കിലും പ്രയോഗ രീതിയിൽ അതിൽ പല പല വ്യത്യാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചൊല്ലണ കേട്ടിട്ട് അതുപോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല വേറൊരാൾ ചെല്ലുമ്പോൾ. പിന്നെ ഇതില് നമ്മുടെ ഭാവം, നമുക്ക് എത്ര ഭാവം ആ ശബ്ദത്തിലേക്ക് കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ച് ഇതിന്റെ ആ ഒരു കിട്ടുന്ന ഇമ്പാക്റ്റിന് അത്രയും മാറ്റം വരും. കാരണം ഭാവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പഠിക്കുമ്പോൾ ഒട്ടും ഭാവം ഉണ്ടാവില്ല, നമ്മൾ ആ സ്വരം ഇങ്ങനെ അതേപോലെ ഒട്ടും മാറ്റം വരുത്താൻ സമ്മതിക്കില്ല. എത്ര കുനികളുണ്ടോ ആ കുനിയൊക്കെ അതേപോലെ ചൊല്ലിച്ച് എടുത്തെടുത്ത് ചൊല്ലിച്ച്, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അഭിനയിച്ചു തുടങ്ങുമ്പോൾ, അരങ്ങിലെത്തി അഭിനയിച്ചു തുടങ്ങുമ്പോഴാണ് ഇതിൽ പലതല ചെറിയ അടിസ്ഥാനം തെറ്റാതെ കണ്ട് നമ്മൾ മാറ്റങ്ങൾ അതിൽ വരുത്തും. അപ്പൊ അതുകൊണ്ട് ഒരാൾ ചൊല്ലുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരാൾ ചൊല്ലുന്നതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൈക്കും കൂടി ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ ചൊല്ലാനായിട്ട് നിന്ന് ചൊല്ല. ഇവിടെ ഈ ഭാഗത്തായിട്ട് വെച്ചാൽ നിന്ന് ചൊല്ലുമ്പളേ അല്ല ഇനി ശ്രീകണ്ഠിയിലാണ് ആദ്യത്തെ പഠിപ്പിച്ചിരുന്നത്. അതിന് ആദ്യം തുടങ്ങുമ്പോൾ ഭഗവതി ഭവരോഗാൽ എന്ന് പറയുന്ന ഒരു 6 ശ്ലോകങ്ങളാണ് ചൊല്ലിക്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓരോ സ്വരങ്ങളുടെ ഇന്തളം എന്ന് അതൊക്കെ നാടകത്തിലെ, അതായത് പല കൂടിയാട്ടത്തിലെ പല ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് 4 ശ്ലോകങ്ങൾ വീതമാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതില് ബാലാദിത്യ നിഭാനനം എന്ന് പറയുന്ന എല്ലാവരും ചൊല്ലുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്രീകണ്ഠിയിലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഇത് അഭിനയല്ല, ഇതിന് അഭ്യസിക്കുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്ററില് സമപാദത്തിൽ നിന്ന് നടുനേരെ നിർത്തി അരയ്ക്ക് ബലം കൊടുത്ത് വിളക്കത്ത് നോക്കി ചൊല്ലുന്ന ബാലാദിത്യ നിഭാനം. ശംഖം ചക്ര പരാഭയം ച ദധതീം സാരസ്വതാർത്ഥ പ്രദം താം ബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായ
ഇതാണ് അതിന്റെ രീതി. ഇതിപ്പോ ഒറ്റയ്ക്ക് ചൊല്ലിയാണ്. ശരിക്ക് ഇപ്പൊ ഒരു ചൊല്ലി കൊടുക്കുമ്പോ ബാലാദിത്യ നിഭാനനാം അങ്ങനെ ചൊല്ലും തുടക്കക്കാർക്ക് കേട്ടോ. അപ്പൊ ആ ഭാഗം എടുത്തു ചൊല്ലും. ത്രിനയനാം അപ്പൊ അതെടുത്തു ചൊല്ലും. ബാലേന്ദുനാ ഭൂഷിതാം പിന്നെ ഈ കുനികള് കൃത്യമായിട്ട് ആ കുനികൾ വരാനുള്ള ആ ഒരു രീതിയാണ്. എടുത്തെടുത്ത് ചൊല്ലിച്ചിട്ടാണ് അതിന്റെ ശ്രീകണ്ഠി അങ്ങനെയാണ് പഠിപ്പിച്ചത്. അത് ശ്രീകണ്ഠി പഠിപ്പിച്ചതിന് ശേഷം ഇന്തളത്തിലേക്ക് ഇന്തളം പഠിച്ചിട്ടുണ്ട് മുമ്പ്. പല ശ്രീരാമൻ ബാലഭദ്ര ശ്രീ സൂത്രധാരന്റെ ശങ്കർശരൂപവും ഒക്കെ പഠിക്കുമ്പോൾ ഇന്തളം പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മള് കൃത്യമായിട്ട് ഇതിലേക്ക് ശ്രദ്ധിച്ച് ഒരു സ്വരം പഠിക്കുകയാണ് എന്നുള്ള അവബോധത്തോടുകൂടി ഈ രാവിലത്തെ വെളുപ്പാങ്കാലത്തെ താന്നു എന്ന് ചൊല്ലുന്ന ആ ശ്ലോകം ചൊല്ലുന്ന രീതി വളരെ ഉപകാരമാണ്. നമ്മുടെ കണ്ഠം തുറക്കാനും എല്ലാത്തിനും ആ സമയത്തുള്ള അഭ്യസനം നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. പിന്നെ ഓർമ്മ നിൽക്കാനായിട്ട് ഈ ശ്ലോകങ്ങളൊന്നും നമുക്ക് ഇപ്പോഴായാലും ഓർമ്മയിൽ വരുന്നുണ്ട്. അത് അന്ന് അഭ്യസിച്ചതിന്റെ ഒരു ഗുണമാണെന്ന് നമുക്ക് വളരെ ബോധ്യമുള്ള ഒരു കാര്യമാണ്. തെറ്റുകൾ സംഭവിക്കാം, എന്നാലും നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാവും എപ്പോഴും. ഇനി അടുത്തത് ഇന്തളം എന്നുള്ള സ്വരം ഞാൻ പറഞ്ഞു. അത് മുഖ്യമായിട്ട് ഉത്തമ നായകന്മാർക്കാണ് അത് ഉപയോഗിക്കുന്നത്. അർജുനന്, അതുപോലെ ശ്രീരാമന്, അതേപോലെ ഇപ്പോ നാഗാനന്ദ എടുക്കുമ്പോ അതില് ജീമൂതവാഹൻ എന്നുള്ള നായക കഥാപാത്രമുണ്ട്. ജീമൂതവാഹനും ഇന്തളത്തിൽ ചൊല്ലുന്നുണ്ട്. അവസ്ഥ അനുസരിച്ച് മാറി മാറി ചൊല്ലാം സ്വരങ്ങൾ വരും. അതുപോലെ ഓരോ ധാരാളം കഥാപാത്രങ്ങൾക്ക് ഇന്തളം ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾക്കാവുമ്പോഴും സീത, സുഭദ്ര ഇവർക്കൊക്കെ ഇന്തളം ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതില് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ശ്രീരാമനും സീതയും പഞ്ചവടിയില് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ആ സമയത്ത് ശ്രീരാമൻ ഈ പഞ്ചവടിയുടെ ഒരു ഭംഗി കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി. ഇത് അയോധ്യയിൽ ഞാൻ ഇരിക്കണ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അതിനൊരു ഭംഗി ഇവിടെ, അല്ലെങ്കിൽ മനസ്സിനൊരു ആനന്ദം ഇവിടെ തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത് ശൈലായാമിഭിരംബുവാഹ നിവഹഛായ എന്നുള്ള ഒരു ശ്ലോകമാണ്. ശ്രീരാമൻ പഞ്ചവടിയിൽ എത്തുമ്പോ അതിന് തൊട്ട് മുമ്പായിട്ട് അഗസ്ത്യാശ്രമത്തിൽ ചെന്ന് അവിടെ വെച്ച് മഹർഷിമാരൊക്കെ പറഞ്ഞ് പഞ്ചവടിയിൽ ധാരാളം രാക്ഷസന്മാരുണ്ട്, അപ്പോ ആ രാക്ഷസന്മാര് ഞങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ അഭിനയം വരുന്നൊരു ശ്ലോകമാണ്. ആ ക്രൂരമായ രാക്ഷസന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ പഞ്ചവടി ഇപ്പോ അയോധ്യയിലിരിക്കുന്ന പോലെ എനിക്ക് ആനന്ദത്തെ തരികയാണ് ചെയ്യുന്നത്. സീതയോടുകൂടി ഇരിക്കുന്ന സമയത്ത് വളരെ വളരെ പരമാനന്ദം നൽകുകയാണ് എന്നുള്ള ആ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ ഇപ്പോ ചെയ്യുന്നത്.
വിസ്മയനീയതയാ പഞ്ചവടി ഇതി മേ മാപി രാഹൂ ഉദുദ്വേ ശ്രിയം ശോധു വിസ്മയനീയ വസ്തു വിഷയാ ശൈലാ സ്വരം ചെല്ലും. അപ്പൊ ഇതിലെ നമ്മ ഓരോ മുദ്ര കാണിക്കുമ്പോഴും ഏത് വാക്കാണോ ചെല്ലുന്നത്, ഏത് പദമാണോ ചെല്ലുന്നത്, ആ പദം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ മുദ്ര കാണിക്കണം. ഇപ്പൊ അവസാനത്തെ ശൈലാടവി സാഗര എന്നുള്ള ശൈല എന്നുള്ള ശൈലം എന്നുള്ള പർവ്വതം എന്നുള്ള മുദ്ര കാണിക്കുമ്പോൾ ശൈല എന്നുള്ള അത് നീട്ടി പർവ്വതം എന്നുള്ള മുദ്ര കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ അതിന്റെ ഭാവം കൊടുത്തിട്ട് വേണം. പിന്നെ സാഗര ഇങ്ങനെയാണ് അവസാനിപ്പിക്കുക. എല്ലാം ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കുക. അപ്പോ സാഗര എന്ന് പറയുമ്പോ സാഗര എന്നുള്ള ആ ഒരു ശബ്ദത്തിനോട് പദത്തിനോടുകൂടി അതിന്റെ സ്വരം ആ എന്നുള്ള സ്വരമാണ്. ആ സ്വരം എടുത്തുകൊണ്ട് തന്നെ വേണം അതിന് അവസാനിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു നിയമവും കൂടി ഇതിൽ കാണുന്നുണ്ട്. ഇനി അടുത്തത്
ആർത്തനാണ് വരുന്നത്. അത് മുഖ്യമായിരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് ഉത്തമ നായകന്മാരുടെ സംഭോഗ ശൃംഗാരത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ആർത്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചലകുവലയ ധാംനോ എന്നുള്ള ഒരു ശ്ലോകമാണ് ഇവിടെ സ്വീകരിക്കാൻ നിശ്ചയിച്ചത്. സുഭദ്രയെ കണ്ട്, സുഭദ്രയാണെന്ന് അറിഞ്ഞില്ല എങ്കിലും അർജുനൻ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ഒരു കന്യക, ആ കന്യകയുടെ സൗന്ദര്യം കണ്ട് കന്യകയോട് അർജുനന് ഉണ്ടാകുന്ന ആ ഒരു രതി, സ്ഥായീഭാവം, അതിന് തൊട്ടു മുമ്പ് ഭൂതത്തിൽ നിന്ന് കന്യക ആ ഒരു രൗദ്രത്തിലേക്ക് പോകുന്ന, ആക്രന്തന്തിയിൽ നിന്ന് ആ രൗദ്രത്തിലേക്ക് പോകുന്ന, അതിൽ നിന്ന് പെട്ടെന്നാണ് കന്യകയെ സ്വീകരിച്ചതിന് ശേഷം രതി എന്നുള്ള ആ ഒരു സഞ്ചാരിയിലേക്ക് മാറിക്കൊണ്ട് പിന്നെ അവിടുന്ന് ശൃംഗാര സ്ഥായിലേക്ക് മാറുകയാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സ്വരമാണ് അന്ധാളി അഥവാ ആർത്തൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ഭാവത്തെ ആവിഷ്കരിച്ച്, പ്രയോഗത്തിൽ അതാണ് ചെയ്യുന്നത്, കഥാപാത്രമായി നിന്ന് ഭാവത്തെ ആവിഷ്കരിച്ചതിന് ശേഷം വിലക്കുക എന്നുള്ള ഒരു മുദ്ര കാണിക്കും. ഇങ്ങനെ കൊണ്ടുവന്ന് ചെവിയുടെ അവിടെ കൈ കൊണ്ടുവന്നിട്ട് ഇത് കയ്യ് നിവർത്തനോട് കൂടിയിട്ടാണ് കൊട്ട് അവസാനിപ്പിക്കുന്നത്. കൊട്ട് വിലക്കാനുള്ള ഒരു സങ്കേതമാണ് ഈ മുദ്ര ഇങ്ങനെ കാണിച്ച്. കൊട്ട് നിർത്തുന്നതോട് കൂടിയിട്ടാണ് നടനോ അല്ലെങ്കിൽ നടിയോ തന്നെ ഈ ശ്ലോകം ചൊല്ലി തുടങ്ങുന്നത്. അപ്പൊ ആർത്തൻ എന്നുള്ള സ്വരം സൂചിപ്പിക്കാനായിട്ട് ചലകുവലയം എന്നുള്ള, ആർത്തൻ എന്നുള്ള സ്വരം സൂചിപ്പിക്കാൻ ചലകുവലയം എന്ന ശ്ലോകം എടുത്തിട്ടാണ് ഇവിടെ അഭിനയിക്കുന്നത്.
മാനസം ഇതാണ് ആർത്തൻ എന്നുള്ള സ്വരം ചൊല്ലുന്ന രീതി. അപ്പോൾ ഇന്തളം ശൃംഗാരം തന്നെയാണ് ഇന്തളത്തിന്റെ ആനന്ദസ്ഥായി, ആ ഒരു വളരെ ഉത്സാഹമായിട്ടിരിക്കുന്ന. പക്ഷെ ഇതില് സംഭോഗ ശൃംഗാരം എന്നുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴേക്കും ആ ഒരു സ്വരത്തിന്റെ തന്നെ രീതി മാറുകയാണ്. അപ്പൊ അതില് ആ സ്വരം ചൊല്ലുന്ന അതിന്റെ ആ കേൾക്കാലോ, ആ ഓരോന്നിപ്പോ അപ്പൊ ആ ഉദാത്തം എന്നുള്ളത് അതേപോലെ കൊണ്ടുവന്ന് ആ കൃത്യമായിട്ടുണ്ട് ആ ഒരു സംഗതി. കേന്നെടുക്കുമ്പോ അതിന്റെ ആ എത്രത്തോളം ശബ്ദം ഇങ്ങനെ പോകണം, എവിടെ വരെ അത് കൊണ്ടുവന്നിട്ട് അത് താത്തിക്കൊണ്ടിരണം, താത്തിക്കൊണ്ടുവന്ന് എവിടെ നിർത്തണം എന്നുള്ളതൊക്കെ കൃത്യമാണ്. അത് അതേപോലെ തന്നെ ചൊല്ലിക്കും. അങ്ങനെ തന്നെ അതാവുന്നത് വരെ അത് ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുമ്പോ ഈ ഒരു അവസ്ഥ ലഭിക്കുമോ എന്നുള്ളത് അറിയില്ല. നിരന്തര ശ്രവണത്തിൽ കൂടെ ആ ഒരു കാര്യം കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് കേൾക്കുമ്പോ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു, അദ്ദേഹം അഭിനയിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളെ കാണാനായിട്ട് വിളിച്ചു. സുഭദ്രാധനഞ്ജൻ തന്നെയായിരുന്നു കൂടിയാട്ടം. ഇതേ ശ്ലോകം തന്നെയാണ്. ഇപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിച്ച കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അത് കേട്ട് അവര് വിദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തിരുന്ന ഒരു, അപ്പൊ അവരെ നാട്ടിൽ വന്നപ്പോ അവര് വിളിച്ചതായ എന്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണത്. അപ്പൊ അവര് കേൾക്കാൻ വന്നു, കൂടിയാട്ടം കാണാൻ വന്നു, ചലകോലയും ചൊല്ലി തുടങ്ങി. എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ചോദിച്ചത്, നീ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഒരൊച്ച ഉണ്ടാക്കണത് എന്ന് ചോദിച്ചു ഇത്ര. അപ്പൊ ആ ഒരു നമ്മൾ അത്രയും ഫീൽ ചെയ്ത് ചെയ്യുന്ന സാധനം പ്രേക്ഷകർക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു തവണ കൊണ്ടൊന്നും അത് അനുഭവിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ നടന് അല്ലെങ്കിൽ നടിക്ക് ഒരു ആർത്തം ചൊല്ലി അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു അവസ്ഥയാണത്. ആ ശൃംഗാരത്തിന്റെ ശരിക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള കിഞ്ചിൽ കപോല ചലനം എന്നൊക്കെ പറയുന്ന എല്ലാം അവിടെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. പെട്ടെന്നൊന്നുമല്ല, പക്ഷെ എല്ലാം അതേപോലെ ആ കേയം എന്നൊക്കെ ചെല്ലുമ്പോൾ ശരിക്ക് അറിയാണ്ട് പിരികാൻ ഇളകിപ്പോവും. നമ്മുടെ ശ്വാസം എടുത്ത് ശ്വാസത്തിനെ നിയന്ത്രിച്ച് അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മുഖത്തില് ആ രാഗം സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. വിയോജിപ്പുകൾ ഉണ്ടാകാം. അത് അത്രയും വളരെ മനസ്സിൽ തട്ടുന്ന ഒരു രാഗമാണ് ഈ ആർത്തൻ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ കൃഷ്ണായാശ കടാക്ഷ വീക്ഷണ സുഖം എന്നൊക്കെ പറയുന്ന അർജുനൻ പറയുന്ന രംഗങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ശരിക്കും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരു വെറുതെ ഒരു എക്സാജറേഷന് വേണ്ടി പറയല്ല. ആയിത്താരെങ്കിലൊന്നും അല്ല, അത് അനവധി തവണ ചെയ്തിട്ടാണ് അർജുനൻ പാഞ്ചാലിയായിട്ട് വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ ഒരു വിഷമാണല്ലോ പറയുന്നത്. ഒരു ആ സംഭവ ശൃംഗാരത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ അന്നുണ്ടായത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വരമാണ് ആർത്തൻ. അടുത്തത് പൗരാളി. അത് വിപ്രലംഭത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. വിപ്രലംഭ ശൃംഗാരത്തിനാണ് ഈ പൗരാളി എന്നുള്ള സ്വരം ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്വരത്തിന് ആപാദ്യ ഭംഗിശയനം എന്ന് ഉള്ളതാണ്. അത് ശരിക്ക് ശ്രീരാമൻ സീതയോടുള്ള വിരഹത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ശരിക്കിത് നാടകപ്രകാരം ഹനുമാനാണ് ഇത് ചൊല്ലുന്നത്. ഹനുമാന്റെ ഭൂമികയിൽ നിന്നിട്ടാണ്. പക്ഷെ ഹനുമാന്റെ ഭൂമികയിലാണെങ്കിലും ആ കൂടിയാട്ടത്തിൽ നടനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അത് ചൊല്ലുന്നത് അല്ലെങ്കിൽ അത് ആ പ്രതീതി വരുത്തുന്നത് ശ്രീരാമൻ ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു ശ്രീരാമൻ സീതാദേവി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പല ദിക്കിലും അന്വേഷിച്ചു ലഭിക്കുന്നില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് പെട്ടെന്നൊരു ജലാശയത്തിൽ ഇങ്ങനെ കൈ മാത്രമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവൾ ഓടിച്ചെന്നിട്ട് അതിങ്ങനെ പിടിച്ചുകൊണ്ട് വലിച്ചെടുക്കുമ്പോ കന്തളിഹി അവിടെ കാണുന്നത് താമരമൊട്ടാണ് കാണുന്നത്. വിരഹവേദന അങ്ങനെ കൂടുകയാണ്. പെട്ടെന്നൊരു ഇടിമിന്നൽ വരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങനെ വിരഹവേദന ആ ശ്രീരാമൻ മോഹിച്ചു എഴുന്നേറ്റിരിക്കുമ്പോ പെട്ടെന്ന് അവിടെ ഒരു ലത കാണുകയാണ്. അപ്പൊ ലത കണ്ടപ്പോ സീതയാണ് എന്ന് വിചാരിക്കുക ശ്രീരാമൻ. കാരണം ഇരുട്ടാണ്, ഇടയ്ക്ക് ഇടിമിന്നല് മാത്രമല്ലേ ഉള്ളൂ.
അപ്പൊ സീത എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നീ പോയില്ലേ, എന്റെ അടുത്തുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് മനസ്സ് മാറിപ്പോയി. അപ്പൊ വേഗം അവിടെ തന്നെ ഒരു ഇതൊക്കെ വിരിച്ച് പൂക്കളെ കൊണ്ട് ഒരു ശയ്യൊക്കെ ഉണ്ടാക്കി, സീതയെ വരൂ, എന്റെ കൂടെ ശയിക്കാൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു രംഗം. അതാണ് ഹനുമാനാണ് അഭിനയിക്കുക, പക്ഷെ ശ്രീരാമനാണ് കഥാപാത്രം. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വരമാണ്. ആപാദ്യ ഭംഗിശയനം തരുണൈ പ്രവാളൈ ആലൂയ പുഷ്പം അളക ആഭരണാസ്ഥയാതെ വൈദേഹി ചണ്ഡി മമ ജീവിതമാലിനി ത്വം ഏഹീതി സാന്ത്വയതി കാമഭി പുഷ്പവല്ലി. ഒരു പുഷ്പവല്ലിയെ, ഒരു ലതയെ ആശ്വസിപ്പിക്കുന്നു സീതയെ വിളിച്ചിട്ട് എന്നുള്ള ഭാഗമാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശ്ലോകവും സ്വരവുമാണിത്. കൂടിയാട്ടത്തിലൊന്നും ഇത് അഭിനയിച്ചിട്ടില്ല, അങ്കുലിയാനത്തിലാണ് അധികവും ഉപയോഗിക്കുന്നത്. നിർവഹണത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ശ്ലോകമാണിത് നന്നായിട്ട്. പൗരാളി പിന്നെ മറ്റു ചില കൂടിയാട്ടങ്ങളിലൊക്കെ, ഞാൻ ഈ ശ്ലോകത്തിന്റെ കാര്യം പറഞ്ഞത്, ചില കൂടിയാട്ടങ്ങൾ ഇപ്പൊ രാവണന് ഉപയോഗിക്കുന്നുണ്ട് പൗരാളി. പക്ഷെ ഇത് വളരെ സ്ട്രൈക്കിംഗ് ആണ് ഈ ഒരു ശ്ലോകം എന്നാണ് എന്റെ അഭിപ്രായം. അതൊന്ന് ചെയ്യാൻ ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അങ്കുലിയാങ്കത്തിലാണ് ചെയ്യാറുള്ളത്, പഠിച്ചിട്ടുണ്ട്. അവതരണം എന്നുള്ള രീതിയിൽ അങ്കുലിയാനത്തില് രക്ഷോദത്തിന്റെ അന്നാണ്, രക്ഷോദം അനവധി കാലമായിട്ട് അമ്മാവനാണ് ചെയ്യാറ്. ഞാനിപ്പോ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പരിചയക്കുറവുണ്ടാവാം. ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം. പൗരാളി എന്നുള്ള രാഗം. പുഷ്പ മഹഗാ ആഭരണാസ്ഥയാ ചണ്ഡി
സന്ധ്വയതി ഹാമപി പുഷ്പവല്ലീം വിപ്രലംബ ശൃംഗാരത്തിന്റെ പ്രധാനപ്പെട്ട. ഇനി അടുത്തത് മുഡ്ഢനാണ്. മുഡ്ഢൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വരമാണ്. കാരണം രാക്ഷസന്മാരുടെ സംഭോഗ ശൃംഗാരത്തിന് മുഡ്ഢനാണ് ഉപയോഗിക്കുന്നത്. അതായത് കൂടിയാട്ടത്തില് കത്തിവേഷം എന്ന് പറഞ്ഞാൽ രാവണനാണ്. രണ്ടാമതൊരു കത്തിവേഷം ഇല്ല കൂടിയാട്ടത്തിൽ, രാവണന് മാത്രമാണ് ശോഭനാംഗം. 10-17 ദിവസം അതില് ഏറ്റവും കൂടുതൽ മണിക്കൂറുകള് കത്തിവേഷത്തിൽ നിന്ന് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതില് ഭൂരിഭാഗം ഉപയോഗിക്കുന്നതും മുഡ്ഢൻ എന്നുള്ള സ്വരാണ്. വളരെ പ്രസിദ്ധമായ ഹിമകരം എന്നുള്ള അത് വളരെ പ്രസിദ്ധമാണ്. ഹിമഗർഭ എന്നുള്ള ആ ഒരു ശ്ലോകം, അതില് മുഡ്ഢൻ എന്നുള്ള സ്വരമാണ് ഉപയോഗിക്കുന്നത്. രാക്ഷസന്മാർക്ക് വേണ്ടി മാത്രം ഒരു രാഗം കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുകയാണ് മുഡ്ഢൻ. അതും ശൃംഗാര ആഭാസം എന്നാണ് ശാസ്ത്രജ്ഞർ പറയാ. പക്ഷെ കൂടിയാട്ടക്കാർക്ക് ആഭാസമൊന്നുമല്ല, ശൃംഗാരം തന്നെയാണ്, സംഭോഗ ശൃംഗാരം തന്നെയാണ്. ആ സംഭോഗ ശൃംഗാരത്തില് കുറെ കഴിയുമ്പോൾ വിപ്രലംഭാവും അങ്ങനെ മാറി തിരിച്ച് സംഭോഗവും ഇങ്ങനെ മാനസികമായിട്ട് വളരെ ഡെപ്ത് ഉള്ള ഒരു രാഗമാണ് ഈ മുഡ്ഢൻ എന്ന് പറയുന്നത്. ഹിമഗർഭ എന്നുള്ള ആ ശ്ലോകം, ലക്ഷ്മയസ്താവഗീന മയി മദനവിധേയേ യേന വന്യം മമന്തി ന തവ ബലമനംഗസ്യാപി ദുഃഖഭാജോ ജനക ദുഹിതുരേഷാ ശർവരീനാഥ ശക്തി. ചന്ദ്രനോടുള്ള സംഭാഷണമാണ് രാവണന്റെ. ഹിമകര എന്ന്. പിന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഹിമകര എന്നുള്ളത് താന്ന സ്ഥായിലും നീചത്തിലും മധ്യത്തിലും ഉച്ചത്തിലും വിളിക്കണം എന്നാണ് ആട്ടപ്രകാരത്തിൽ. ചന്ദ്രനെ വിളിക്കുകയാണ്, ഹിമകര എന്ന് വിളിക്കും, ചന്ദ്രൻ കേൾക്കണില്ല, ആദ്യം വിളിക്കും, അത് മധ്യത്തിലാണ് വിളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഉച്ചത്തില് ഹിമകര എന്നൊന്നുകൂടി വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോ ആ മൂന്നാമത് വിളിക്കുമ്പോഴാണ് ചന്ദ്രൻ കേൾക്കുന്നത്. ഈ ഒരു 3 ഇതും പിന്നെ ഈ ഒരു ഹിമകര എന്നുള്ള ശ്ലോകവും. കാരണം നമ്മൾ ഈ ശ്ലോകം ചൊല്ലി ഈ സംഭോഗ ശൃംഗാരം എന്നുള്ള അവസ്ഥയിലേക്ക് നടൻ എത്തുമ്പോ തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ എത്തിയിട്ട് അപ്പൊ അതിന് കേശാതിപാദം കാമശരം തുടങ്ങിയിട്ടുള്ള പൂർവക്രിയകൾ ചെയ്ത് നടൻ ആ ഒരു സ്ഥായിയിൽ അങ്ങോട്ട് ലയിച്ചതിന് ശേഷമാണ് ഈ മുഡ്ഢൻ എന്നുള്ള സ്വരം ചൊല്ലുന്നത്. അപ്പൊ ആ സ്വരിച്ച് ചൊല്ലാനുള്ള ആ ഒരു മാനസികമായിട്ട് എത്താൻ തന്നെ ധാരാളം പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് എന്നർത്ഥം. അപ്പൊ ആ ഒരു ഹിമകരം എന്നുള്ളതൊന്ന് ഇവിടെ ചെയ്യാൻ.
जनक दुहिदुरेश शर्वरी महा अधा शक्ति ഇതാണ് മുഡ്ഡൻ ചെല്ലുന്നതിന്റെ ഭാവം വരുന്നത്. രാവണന് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രാഗമാണ് മുഡ്ഡൻ എന്ന് വരുന്നത്. ഇനി ധാരാളം രാഗങ്ങൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. പുറനീര്, മുരളി, ഇന്തളം തുടങ്ങിയിട്ടുള്ള രാഗങ്ങൾ ഇനിയും ധാരാളം ഉണ്ട്. പിന്നെ ഇതില് അടുത്തതായിട്ട് ചെയ്യാൻ വിചാരിച്ചത് വീരതർക്കൻ എന്നുള്ള ഇതാണ്. രാവണന്റെ തന്നെ വീരസ്ഥായി കാണിക്കുന്ന ഒരു സ്വരം. ജിത്വാ ത്രൈലോക്യമാജവ് എന്ന് പറയുന്ന ആ ഒരു സ്വരം ശ്ലോകമാണ് ഇവിടെ ചെയ്യുന്നത്. അതിലാണ് പ്രസിദ്ധമായ കൈലാസോദ്ധരണം, പാർവതി വിരഹം എന്നുള്ള ഭാഗങ്ങളൊക്കെ തോരണ യുദ്ധാമുഖം കൂടിയാട്ടത്തിൽ ഉള്ളതാണ്. വളരെ അപ്പോൾ ഈ ജിത്വാ ത്രൈലോക്യം എന്നുള്ള അത് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് 5 മിനിറ്റാണ് എന്നോട് പറഞ്ഞത്. ചൊല്ലിക്കഴിയുമ്പോഴേക്ക് 5 മിനിറ്റ് ആവും. വലിയൊരു ശ്ലോകമാണ്. അതിന്റെ സ്വരം നല്ലോണം സ്വരിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് ഏകദേശം ആ ഒരു സമയം കിട്ടും. ഇനി ആർത്തൻ, ദാണം, പുറനീര്, തൊണ്ട് എന്നുള്ളൊരു രാഗം കൂടി ഒന്ന് ചൊല്ലാം. ഭക്തിക്കുള്ളതാണ്. ദുഃഖഗാന്ധാരം, ഇത് മൂന്നും കൂടി ചൊല്ലാനുള്ള ഒരു സമയം അഭ്യർത്ഥിക്കുകയാണ്. ദുഃഖഗാന്ധാരം കൂടി ഒന്ന് ചൊല്ലണം എന്നുണ്ട്. അപ്പോ ആ 3 കൂടി ചൊല്ലിയിട്ട് ഞാൻ ഈ സെഷൻ, കാരണം ഇതൊരു 4 മണിക്കൂറൊക്കെ കിട്ടിയാലും നമുക്ക് ഇങ്ങനെ അതിന്റെ വിഷയങ്ങൾ പറയാനുള്ള ഒരു അവസരമുണ്ട്. ആദ്യം തന്നെ ഞാൻ ചൊല്ലുന്നത് തുടർച്ചയായിട്ട് ചൊല്ലിയാണ്. ആദ്യം വീരതർക്കൻ, അത് കഴിഞ്ഞാല് ദുഃഖഗാന്ധാരം, തൊണ്ട്, ഇതിൽ അവസാനിപ്പിക്കാം.
സസുരധനുസൂതം യൻ മയാ ഈശം സ്വഗണ പരിവൃതം സാഹക അമാകം ദേവ്യ പ്രസാദം പുനരഗസുതയ നന്ദിന അനാദൃത ത്വൽ ദത്തം ശക്തം താഭ്യാം യദി കപിവികൃതി ഛദ്മനാ തൻ മമ സ്യാൽ വീരരസം അതിൽ ശരിക്ക് പ്രകടിപ്പിക്കാവുന്ന രീതിയിലാണ്. ഇതിൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ട് സൂചിപ്പിക്കുന്നത്, ഇത് ശ്ലോകം ചൊല്ലി തുടങ്ങുമ്പോൾ 2 വരി അല്ലെങ്കിൽ ഓരോ വരി കഴിയുമ്പോഴും മിഴാവില് ഒരു നല്ലൊരു നിയന്ത്രണം കിട്ടാൻ പാകത്തിന് ഒരു കൊട്ടുണ്ട്. അതിന് ശ്വാസക്കൊട്ട് എന്നാണ് പേര്. അതായത് നമ്മൾ ചൊല്ലുമ്പോൾ അടുത്ത വരി ചൊല്ലാനുള്ള ശ്വാസം എടുക്കാൻ വേണ്ടി നടനോ നടിക്കോ കൊടുക്കുന്ന ആ ഒരു സമയം. പക്ഷെ ആ സമയം തിയേറ്ററിക്കലായിട്ട് മിഴാവിൽ കൊട്ടി നിറച്ചു കൊട്ടി അത് ഏതാണ് സ്ഥായി എന്നറിഞ്ഞ് ഇപ്പൊ മനസ്സിലായിണ്ടാവും. കാരണം ശൃംഗാരം കൊട്ടണ പോലെയല്ല ഇപ്പൊ വീരത്തിന് ശ്വാസക്കൊട്ട് കൊട്ടിയത്. അത് നിറച്ചു കൊട്ടി പിന്നെ ശ്ലോകം അവസാനിപ്പിച്ചപ്പോ അടിച്ചു കൊട്ടി തുടങ്ങുക. മറ്റത് വെറുതെ വളരെ പതുക്കെയാണ് കൊട്ടി തുടങ്ങുക. ഇപ്പൊ മമ സിയാൽ അങ്ങനെ നിർത്തുമ്പോ അതിനനുസരിച്ചുള്ള എനർജിയിലാണ് അടിച്ചു കൊട്ടി അത് ആരംഭിക്കുന്നത്. ഈ ശ്ലോകം ഗുരുനാഥനായിരിക്കുന്ന അമ്മന്നൂർ മാധവച്ചാക്യാര് അത് അദ്ദേഹം അനവധി ചൊല്ലി കാണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇത് ഈ ഒരു ഭാഗം ചെല്ലുമ്പോൾ അന്ന് നമ്മുടെ ഹരിയേട്ടനാണ് വലിയ വി കെ ഹരിയേട്ടനാണ് അതിന് കൂടുതലായിട്ടും മുത്തമാമന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്നൊക്കെ നമ്മുടെ ഗുരുനാഥന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കളരിയില് മുത്തമാവൻ എങ്ങനെയാണോ ആ സ്ഥായിയിൽ അത് ചൊല്ലണത് അതിനനുസരിച്ചുള്ള ഒരു സ്ഥായി അങ്ങനെയാണ് ശ്വാസക്കൊട്ട് കൊട്ടാറുള്ളത് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കുട്ടികളാണ്, ഇതൊന്നും തിരിച്ചറിയേണ്ട ഒരു പ്രായമായി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു എത്ര എനർജിയാണ് അതിന് വേണ്ടിയിട്ട് അവിടെ ആ സമയത്ത് ഈ കൊട്ടുന്നതിൽ കൂടെ തന്നെ ആ ഒരു വീരരസം കൊണ്ടുന്ന ആ ഒരു ശ്വാസക്കൊട്ട് പറഞ്ഞ വെറുതെ ശബ്ദം ഉണ്ടാക്കുകയല്ല, അതൊരു നടൻ ചെയ്യുന്നത് പോലെ തത്തുല്യമായിട്ടുള്ള ഒരു ആ നിറവാണ് ശ്വാസക്കൊട്ട്. ശ്വാസക്കൊട്ടില്ലെങ്കിൽ ഈ സ്ഥായി ഉണ്ടാവാനായിട്ട് വളരെ വിഷമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊണ്ട് എന്നുള്ള രാഗം ഞാൻ ദുഃഖാന്തരം നിർത്താൻ കാരണം സമയം ഉണ്ടാവില്ല. തൊണ്ട് എന്നുള്ള രാഗം ചൊല്ലാനായിട്ട് ഭദ്രയെ ക്ഷണിക്കുകയാണ്. ദശരഥസുത രാമ എന്നുള്ള സുഗ്രീവൻ ശ്രീരാമനെ കണ്ട് വളരെ അനുകമ്പയോടുകൂടിയും ഭക്തിയോടുകൂടിയും ശ്രീരാമനെ ശരണം പ്രാപിക്കുന്ന ഒരു ഇതാണ്. ദശരഥസുത രാമ
രാവണാരേ മനുകുലശേഖര ലക്ഷ്മണാഗ്രജന്മൻ അമലകമലനേത്ര മയ്യനാഥേ കുരു കരുണാം കരുണാകരോസി ലോകേ. നിർവഹണത്തിലാണ് ഈ ശ്ലോകം വരുന്നത്. തൊണ്ട് നാടകം ചൊല്ലുമ്പോൾ കുറവാണ് തൊണ്ട് ഉപയോഗിക്കുക. ഭക്തിയാവുമ്പോൾ അധികവും ശ്രീകണ്ഠിയിലാണ് ചൊല്ലുക. ഭക്തിയിൽ അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ഇനിയും ഇതില് നമുക്ക് ദുഃഖകാന്താരം എന്നുള്ള വളരെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഗമുണ്ട്. അതൊക്കെ സമയം ധാരാളം എടുക്കുക ഇത് ചെയ്യാനായിട്ട്. ഇനിയും വാചികാഭിനയം പറയുമ്പോൾ പ്രവേശക ശ്ലോകം ഉണ്ട്. ഇപ്പൊ രാവണൻ പ്രവേശിക്കുമ്പോൾ രാവണന്റെ സ്ഥായി പ്രകടിപ്പിക്കാനായിട്ട്, പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കാനായിട്ട് പ്രവേശക ശ്ലോകം അരങ്ങത്തിരിക്കുന്ന ആ നെങ്ങിയാര് ചൊല്ലുക. എന്നിട്ട് പ്രവേശക ശ്ലോകം ചൊല്ലുന്നു, ആളാമ ശ്ലോകം ചൊല്ലുന്നു. അതായത് പ്രവേശിക്കാൻ പോകുന്ന കഥാപാത്രത്തിന്റെ സ്ഥായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ആളാമ ശ്ലോകം, മൂളല് പാടല്, ഇങ്ങനെ നിരവധി വാചികാഭിനയ പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്പ്യാർ തമിഴുണ്ട്, അതുപോലെ കൂടിച്ചൊല്ലുന്നത്. ഇതൊക്കെ വാചികാഭിനയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.